5 മിനിറ്റ് സമയം നമ്മുടെ കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യത്തക്കവണ്ണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും ദൈവനാമത്തിൽ വന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ ദാവീദിന്റെ പുത്രനായ ശലോമോന്റെ സദൃശവാക്യം 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നത്, Teach children how they should live and they will remember it all their lives. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഏറ്റവും ശ്രേഷ്ഠവും മഹത്വരമായ ഈ ആപ്തവാക്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഇന്ന് യോഹന്നാൻ സ്നാപകന്റെ ജന്മദിനം സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുകയാണല്ലോ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, യഹൂദ്യ രാജാവായ ഹേരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സെക്കരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹ്റോന്റെ പുത്രിമാരിൽ ഒരുത്തി എലിസബത്ത് ആയിരുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചായതുകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. പൗരോഹിത്യ മര്യാദ പ്രകാരം ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സെക്രിയാവിന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, സെക്രിയാവെ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. അങ്ങനെ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവന് യോഹന്നാൻ എന്ന് പേരിട്ടു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ എഴുന്നേറ്റിട്ടില്ല എന്ന് യോഹന്നാൻ സ്നാപകന്റെ ശ്രേഷ്ഠതയെ പുകഴ്ത്തി യേശു തമ്പുരാൻ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അത്യുന്നതിന്റെ പ്രവാചകനായ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുന്ന ഈ നല്ല സുദിനത്തിൽ പരിമിതമായ എന്റെ ആത്മീയ അറിവുകൾ നിന്നുകൊണ്ട് അല്പം നേരം ചിന്തിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. കലുഷിതമായ ഈ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തിന്റെ മോഹങ്ങളും ഇമ്പങ്ങളും വെടിഞ്ഞ് സ്നേഹത്തിലും വിശ്വാസത്തിലും നമ്മെ തന്നെ താഴ്ത്തി അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ സാക്ഷികളായി തീരുവാൻ 2 പ്രധാന കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ആത്മീയമായ ഒരു സമർപ്പണ ജീവിതത്തിലൂടെ നാം ദൈവത്തെ രുചിച്ചറിയുക. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 2 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തന്റെ ഏകജാതനായ ഇസാക്കിനെ മോറിയാ മലയിൽ ദൈവത്തിന് ഹോമയാഗം കഴിക്കുന്നതിന് സന്നദ്ധമായപ്പോൾ യഹോവയാൽ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാം ആത്മീയ സമർപ്പണ ജീവിതത്തിലൂടെ യഹോവയെ രുചിച്ചറിയുന്നതായി നാം കാണുന്നു. ആദ്യ മാതാപിതാക്കന്മാരായ ആദമും ഹവ്വയും യഹോവയുടെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തു. ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദമും ഹവ്വയും അന്ധകാരം നിറഞ്ഞ ലോകത്തിന്റെ പ്രതീകങ്ങളായി മാറി. ആദമിന്റെ കടച്ചിട്ടുകളെ കീറിക്കളഞ്ഞ് പാപാന്ധകാരത്തിൽ കിടന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ പിറന്ന് കഷ്ടതയും പീഡനവും സഹിച്ച് ക്രൂശിതനായി മരിച്ച് വിജയശ്രീലാളനായി ഉയർത്തെഴുന്നേറ്റവനായ യേശു എന്ന രക്ഷിതാവ് ഇന്ന് സർവമാനവരാശിയുടെയും രക്ഷയും പ്രത്യാശയുമാണ്. 2 ശമൂവേൽ 12-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം തെറ്റ് ചെയ്ത ദാവീദിനെ യഹോവയ്ക്ക് നഷ്ടപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ നീ തന്നെ എന്ന പ്രവചനത്തിലൂടെ, നാഥാൻ പ്രവാചകനിലൂടെ ദാവീദ് ചെയ്തു പോയ പാപങ്ങൾ ഒന്നൊന്നായി ഏറ്റുപറഞ്ഞ് യഹോവ നല്ലവണ്ണം രുചിച്ചറിഞ്ഞ് അവനെ ശരണം പ്രാപിച്ച് ഭാഗ്യവാനായി തീർന്നതായി നാം കാണുന്നു.
കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തു പരിപാലിക്കുന്ന യേശു എന്ന നല്ല ഇടയൻ സർവ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി നൽകിയ ആ നല്ല ഇടയനിലൂടെ അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ജീവിത വിശുദ്ധിയിലൂടെ നാം ലോകത്തിന്റെ വെളിച്ചമായി തീരുക. വിശുദ്ധ വേദപുസ്തകത്തിൽ സംശുദ്ധമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ദൈവഹിതത്തെ രുചിച്ചറിഞ്ഞ് ലോകത്തിന്റെ വെളിച്ചമായി തീരുന്ന പരിശുദ്ധ കന്യക മറിയാമിന്റെ ജീവിത വിശുദ്ധി നമുക്ക് മാതൃകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് ഒറ്റ വാക്കിലൂടെ ദൈവപുത്രനെ രുചിച്ചറിഞ്ഞ നിർമ്മല കന്യകയായ മറിയം എന്ന മാതാവ് സർവ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പുത്രൻ തമ്പുരാനെ ഈ ലോകത്തിന് ദാനമായി നൽകി. കപ്പദോക്യൻ പിതാക്കന്മാർ പറയുന്നത് പോലെ ശുദ്ധിമതിയായ മറിയം ദൈവനിയോഗം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ മാനവരാശിക്ക് ക്രിസ്തുവിലൂടെ ആഗതമാകേണ്ട രക്ഷ ഇല്ലാതായേനെ. ദൈവപുത്രനെ തന്റെ ഉള്ളം കയ്യെടുത്ത് താലോലിച്ച മാതാവ് 3 ആണികളിൽ കുരിശിൽ കിടന്ന് പിടയുന്നത് കണ്ട് അതേ കയ്യിൽ കൊണ്ട് മാറത്തടിച്ച് നിസ്സഹായതയോടെ ദൂരെ നോക്കി നിൽക്കേണ്ടി വന്ന മാതാവേ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെ. കനൽ വിരിച്ച കർമ്മകാണ്ഡങ്ങളിലൂടെ സഹനത്തിന്റെ കയ്പുനീർ കുടിച്ച് വിശുദ്ധിയുടെ പ്രഭ ചൊരിയിച്ച ശുദ്ധിമതിയായ മറിയം എന്ന മാതാവ് ഇന്ന് സർവ ലോകത്തിന്റെയും അമ്മയായി പരിശോഭിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിലും ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിലും 1-ാം സ്ഥാനം കുട്ടികൾക്കാണ്. ദൈവം നൽകിയ അമൂല്യ നിധികളായ കുട്ടികൾ സ്വർഗരാജ്യത്തിന് അവകാശികളാണ്. They are the heirs of the kingdom of God. Every child is a bundle of possibilities. അനന്തമായ സാധ്യതകളുടെ വിലനിലമാണ് കുട്ടികൾ. മാതാപിതാക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് കുട്ടികൾ. ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ് പാടുന്നത്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ഈ കുട്ടികൾ നാളത്തെ പൗരന്മാരായി സഭയുടെയും രാജ്യത്തിന്റെയും ഭരണചക്രം തിരിക്കേണ്ടവർ. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ കുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണെന്ന് ചിന്തിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സ്വഭാവ രൂപീകരണത്തിന്റെ ഉത്തമ പാഠശാലയായ സൺഡേ സ്കൂളിലൂടെ ആത്മീയ വ്യക്തിത്വമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനും കുട്ടികളെ നാളത്തെ ഉത്തമ പൗരന്മാരാക്കി സഭയുടെയും രാജ്യത്തിന്റെയും സാമൂഹികവും ആത്മീയവും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു മഹനീയ ദൗത്യമാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെ സഭ ഏറ്റെടുത്തിരിക്കുന്നത്. സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഇന്ന് മലങ്കര സഭയിൽ വളർന്ന് പന്തലിച്ച് നന്മതിന്മകളെ തിരിച്ചറിയുന്ന ഒരു വലിയ ബോധ്യവൃക്ഷമായി പരിശോഭിക്കുകയാണ്. ഈ മഹാപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ഏവരെയും സർവശക്തനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കലുഷിതമായ ഈ ആധുനിക കാലഘട്ടത്തിൽ വിവര വിജ്ഞാന സാങ്കേതിക വിദ്യയുടെ അതിപ്രസരത്താൽ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ വെമ്പൽ കൊള്ളുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സൺഡേ സ്കൂൾ പഠനത്തിലൂടെ ക്രൈസ്തവ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ജീവിത വിശുദ്ധിയിലൂടെ ലോകത്തിന്റെ വെളിച്ചമായി തീർന്ന് മലങ്കര സഭയുടെ അരുമ സന്താനമായി തീരുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഏവരോടും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ പ്രിയ ജോബിന് അനുഗ്രഹകരമായ ദൈവം നല്ല താലന്തുകൾ നൽകി മുന്നേറുവാൻ പ്രവർത്തിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.